യൂറോ കപ്പിൽ രണ്ടാം ജയം സ്വന്തമാക്കി പ്രീ ക്വാർട്ടർ ഉറപ്പിച്ച് പോർച്ചുഗൽ. ഇന്ന് ഗ്രൂപ്പ് എഫിൽ നടന്ന മത്സരത്തിൽ തുർക്കിയെയാണ് പോർച്ചുഗൽ പരാജയപ്പെടുത്തിയത്. സിഗ്നൽ ഇഡുന പാർക്കിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് പോർച്ചുഗലിന്റെ വിജയം. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ മത്സരത്തിൽ ഒരു അസിസ്റ്റ് നേടി. മത്സരത്തിൽ പോർച്ചുഗലിന്റെ വ്യക്തമായ ആധിപത്യമാണ് കാണാൻ സാധിച്ചത്. 21-ാം മിനിറ്റിൽ ന്യൂനോ മെൻഡസിന്റെ അസിസ്റ്റിൽ ബെർണാഡോ സിൽവയാണ് പോർച്ചുഗലിന് ആദ്യ ലീഡ് നൽകിയത്. 28-ാം മിനിറ്റിൽ ഓൺ ഗോളിലൂടെ പോർച്ചുഗൽ ലീഡ് ഇരട്ടിയാക്കി. ഗോൾ കീപ്പറുടെ പൊസിഷൻ നോക്കാത്ത തുർക്കി ഡിഫൻഡറുടെ അബദ്ധം വലയിൽ പന്തെത്തിച്ചു. ഈ യൂറോ കപ്പിലെ 6ാമത്തെ സെൽഫ് ഗോളാണിത്. 2 ഗോൾ ലീഡിൽ അവസാനിച്ച ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയിലും പോർച്ചുഗൽ മികച്ച പ്രകടനം തുടർന്നു. 56-ാം മിനിറ്റിൽ തനിക്ക് ഗോളടിക്കാൻ ലഭിച്ച സുവർണാവസരം ക്രിസ്ത്യാനോ ബ്രൂണോ ഫെർണാണ്ടസിന് നൽകുകയും താരം പന്ത് വലയിലെത്തിക്കുകയും ചെയ്തതോടെ പോർച്ചുഗൽ വിജയം പൂർത്തിയായി. ഈ അസിസ്റ്റോടെ യൂറോ കപ്പ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകിയ താരമായി ക്രിസ്ത്യാനോ റൊണാൾഡോ മാറി. ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് യൂറോ കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരവും ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരവും. ബെർണാഡോ സിൽവയാണ് കളിയിലെ താരം. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 57% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് പോർച്ചുഗലായിരുന്നു. 12 ഷോട്ടുകളാണ് മത്സരത്തിൽ പോർച്ചുഗൽ തൊടുത്തത്. 3 ഷോട്ട് ഓൺ ടാർഗറ്റ്. 567 പാസുകൾ. 89% കൃത്യതയോടെ പോർച്ചുഗൽ പൂർത്തിയാക്കി. 11 ഷോട്ടുകളാണ് തുർക്കി തൊടുത്തത്. 3 ഷോട്ട് ഓൺ ടാർഗറ്റ്. 2 മത്സരങ്ങളിൽ 6 പോയിന്റുമായി പോർച്ചുഗൽ ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്താണ്. തുർക്കി 3 പോയിന്റുമായി 2-ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ പോർച്ചുഗൽ ജോർജിയയെയും തുർക്കി ചെക്ക് റിപ്പബ്ലിക്കിനെയും നേരിടും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.